എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം ആദർശന് ആകെ വിഷമാകുന്നുണ്ട്. കാരണം അനാമിക അങ്ങനെ ഒരു പെൺകുട്ടിയാണല്ലോ അവരുടെ കുടുംബക്കാരും എന്നോർത്തിട്ട്. ഇനിയിപ്പോൾ വേണുവിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് എഴുന്നേക്കുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ലോക്കപ്പിലൊന്നും ഇട്ടിട്ടില്ല, അവിടെ കൊണ്ട് ഇരുത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പം ലോക്കപ്പിലിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും ആദർശ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അല്ല ഇതിനു മുമ്പ് 2 പ്രാവശ്യം വീട്ടിൽ കയറി തല്ല് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല, മേല് നോവിച്ചിട്ടില്ല എന്ന് പറയും. ഏതായാലും ആദർശം നയനയും കൂടെ വേണുവിനെ കാണാനായിട്ട് ചെല്ലുവാണ്. കാണാൻ ചെന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, അനന്തപുരിയിലെ ഏറ്റവും ഇളയ മരുമകളുടെ അച്ഛൻ എന്താ സുഖമാണോ എന്ന് ചോദിക്കുക. അന്നേരം സ്വന്തം അനിയത്തി SI ആണ് എന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യിക്കരുത് കേട്ടോ എന്ന് നയനയോട് വേണു പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ക്രിമിനലുകളെയും മോഷ്ടാക്കളെയും ഒക്കെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലാതെ അവൾ നിയമം വിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അന്നേരം ആദർശം ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ മകൾക്ക് കൊടുത്ത നെക്ലേസ് എങ്ങനെയാണ് ഒരു പലിശക്കാരൻ്റെ കയ്യിൽ ചെന്നത് എന്ന് ചോദിക്കുക. അന്നേരം വേണു പറയുന്നുണ്ട്, അതിൻ്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട് ആദർശെന്ന്. അന്നേരം നയന, ഇനിയും കള്ളത്തരങ്ങൾ പറയാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അത് അങ്ങനെയൊന്നുമല്ല, ഒരു അബദ്ധം പറ്റിയതാണ്, നിങ്ങളിത് കേസാക്കരുത്, ജീവിതം തകർക്കരുത് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അനന്തപുരിയിലേക്ക് കയറി വരാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളാണ് നിങ്ങളുടെ മകള്, അത് നിങ്ങൾക്കും അറിയാം, അതുകൊണ്ടാണല്ലോ പിടിയാലെ അവളെ അനന്തപുരിയിലേക്ക് കൊണ്ടുവിട്ടത്. ഏതായാലും എൻ്റെ അനിയൻ്റെ ജീവിതം നശിച്ചു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് നന്ദുവിൻ്റെ അടുത്തോട്ട് വരുക. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, അയാൾ കുറ്റസമ്മതം നടത്തി, ഇനിയിപ്പം കേസൊന്നും വേണ്ട, സത്യാവസ്ഥ നമുക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് ഇനി കേസിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, ആ നെക്ലേസിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിമാരെയും അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് നാണം കെടുത്തിയതാണ് അവർ, അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി, എനിക്കും അത്രയൊക്കെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആ നെക്ലേസ് എടുത്ത് ആദർശിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, ഇനിയിപ്പോൾ ഇതിൻ്റെ അവകാശിയെ തന്നെ ഏൽപ്പിച്ചേരെ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇതുപോലത്തെ ആൾക്കാരാണ് എന്ന് അറിയില്ലായിരുന്നു, ഏതായാലും എൻ്റെ അനിയൻ്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പം അവനോട് അവളെ സ്നേഹിക്കാനൊന്നും പറയാൻ എന്നെ കൊണ്ടാവില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആകെ വിഷമിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോരുക. എന്നിട്ട് അതിനിടയ്ക്ക് ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട്, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയ മോൾക്ക് എൻ്റെ വക ഒരു ട്രീറ്റ് ഉണ്ട് കേട്ടോ എന്ന്. അന്നേരം നന്ദു പറയും, എപ്പോഴാണെങ്കിലും വിളിച്ചാൽ മതി ആദർശേട്ടാ, ഞാൻ വന്നോളാന്ന്. അങ്ങനെ അവർ നിന്ന് പോരുന്നു. അന്നേരം ഭയങ്കര വിഷമാവട്ടെ നന്ദുവിന് അനിയുടെ അവസ്ഥ ഓർത്തിട്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന ആദർശം നയനയും വേണു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ പുറത്ത്. വേണു വന്നു കഴിഞ്ഞ് വേണു പറയുന്നുണ്ട്, ഏതായാലും കേസ് നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നന്നായി, ഞാൻ രക്ഷപ്പെട്ടു, അതിൻ്റെ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിങ്ങളുടെ നന്ദിയൊക്കെ എനിക്കറിയാം, നിങ്ങളെയും നിങ്ങളുടെ മകളെയും ഭാര്യയും ഒക്കെ എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ മകളുടെ പോക്ക് ശരിയല്ല, അവൾ വേറെ ചെറുപ്പക്കാരുടെ കൂടെ കറങ്ങി നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്, അവൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ തെറ്റ് തന്നെയാണ് അനിയും ചെയ്യുന്നത്, അനി നന്ദു പുറകെ നടക്കുന്നില്ലേ എന്നല്ലേ ചോദിച്ചത്, അല്ലാതെ നിങ്ങളുടെ മകളെ തിരുത്താനോ നേർവഴിക്ക് നയിക്കാനോ അല്ലല്ലോ നിങ്ങൾ ശ്രമിച്ചത്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം, എൻ്റെ അനിയൻ്റെ ജീവിതമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ വിഷമത്തോടെ ആദർശ് പറയും. നേരം നയന് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുവാണ്, എൻ്റെ അമ്മായിമ്മ നിങ്ങളുടെ മകൾക്ക് കൊടുത്ത സ്വർണം അത് നിങ്ങൾക്കെടുത്ത് തന്ന് നിങ്ങൾ നിങ്ങളുടെ കടം വീട്ടി, എന്നിട്ട് അത് ഞങ്ങളുടെ തലയിൽ ചാരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, അത് നിങ്ങൾക്ക് എടുത്ത് തന്നാലും ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു, അവൾ ആവശ്യമില്ലാതെ അങ്ങനെ ഒരു സീൻ ആ വീട്ടിലുണ്ടാക്കിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്ന് നിൽക്കേണ്ടി വന്നത് എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, അവളൊരു കൊച്ചു കുട്ടിയാണ്, അവളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത് എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവളുടെ ജീവിതം ഞങ്ങളെങ്ങനെ നശിപ്പിക്കാനാ, ഞങ്ങളുടെ അനിയൻ്റെ ജീവിതമല്ലേ നശിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പം അവനോട് അവളെ സ്നേഹിക്കാനൊന്നും ഞങ്ങൾ പറയില്ല, അതൊന്നും ഞങ്ങളുടെ ബാധ്യതയല്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോരുക. അന്നേരം വേണു മനസ്സിലോർക്കുവാണ്, അല്ലേലും എൻ്റെ മകൾ നിങ്ങളുടെ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, അവളുടെ സമയമാകുമ്പോൾ ഇറങ്ങി പോന്നോളും, ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തല താത്തി തന്നതേ ഉള്ളൂ എന്നാണ് വേണു മനസ്സിലോർക്കുന്നത്. ഈ സമയം അനാമിക ടെൻഷൻ അടിച്ചിരിക്കും കേട്ടോ അനന്തപുരിയിൽ. ആദർശം നയനയും കൂടെ വരുന്നത് ഇങ്ങനെ നോക്കി ആ സിറ്റൗട്ടിൽ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അവർ കയറി വരുന്ന കാണുന്നതേ ടെൻഷനാണ്. അന്നത്തേക്കും ബാക്കിയുള്ള വീട്ടിലെ അംഗങ്ങളെല്ലാവരും ഹാളിലോട്ട് വരുന്നു. ഇവർ കയറി വരുന്നതേ നയന പറയുന്നുണ്ട്, ദേവയാനിയുടെ അമ്മ എന്നെപ്പോലും പരിഗണിക്കാതെ അനാമികയ്ക്ക് കുറച്ച് സ്വർണം കൊടുത്തായിരുന്നല്ലോ, അതിലൊരു നെക്ലേസ് കാണാതെ പോയില്ലേ, ആ നെക്ലേസ് ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ആ നെക്ലേസ് എടുത്ത് ദേവയാനിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിലാണ് ഇവളുടെ അച്ഛനിപ്പം സ്റ്റേഷനിലിരിക്കുന്നത് എന്ന്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഇവളുടെ അനിയത്തിയാണ് ഇപ്പോഴും ഇവിടുത്തെ SI, അവൾക്ക് ഞങ്ങളോട് നല്ല വൈരാഗ്യമുണ്ട്, അതുകൊണ്ടാണ് അവൾ 2-3 തവണ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും അമ്മയും തല്ലിയത്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു കഥ മെനഞ്ഞെടുത്തത്, അവൾ ഇവിടെ SI ആയിട്ട് വരും എന്നറിഞ്ഞപ്പോഴേ ഇതുപോലുള്ള തലവേദനകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന് പറയും. അന്നേരം
നയന ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ നെക്ലേസ് എങ്ങനെയാണ് പലിശക്കാരൻ്റെ കയ്യിൽ ചെന്നത് എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുവാണ്, ആ പലിശക്കാരനെ നിങ്ങൾ വാടകയ്ക്ക് എടുത്തതായിരിക്കും, എന്നിട്ട് അയാളോട് പറഞ്ഞാൽ മതിയല്ലോ ഈ സ്വർണം എൻ്റെ അച്ഛൻ തന്നതാന്ന് പറയാന്ന്, അങ്ങനെ ആയിരിക്കും ഈ സംഭവങ്ങളൊക്കെ നടന്നത് എന്ന് പറഞ്ഞ് അനാമിക അതിനെ നേരെ വളച്ചൊടിക്കുക കേട്ടോ. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ നെക്ലേസ് എവിടെയായിരുന്നടി എന്ന് ചോദിക്കുമ്പം അനാമിക പറയുവാണ്, അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണുമായിരുന്നായിരിക്കും, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. അന്നേരം നയന പറയുന്നുണ്ട്, കേസ് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരായി ആദർശേട്ടാ, ആ കേസ് പിൻവലിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ജാനകി അവിടെ നിൽപ്പുണ്ട്. ജാനകി പറയുക, ഓ ഇനി ഓരോരോ കഥകൾ മെനഞ്ഞുകൊണ്ട് വരും, എന്ത് കഥ മെനഞ്ഞാലും ഞാൻ ഇതൊന്നും വിശ്വസിക്കുകയില്ല എന്ന് ജാനകി പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മരുമകളെയും മകനെയും വിശ്വാസമാണ്, അവർ നുണയൊന്നും പറയുകയില്ല എന്ന്. അന്നേരം ജാനകി ചോദിക്കുവാണ്, ഓ അവൻ നുണയൊന്നും പറയുകയില്ല, അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് തലയുയർത്തി പിടിച്ച് നിൽക്കുന്നത്, അതാരും മറന്നു പോകരുത് എന്ന് പറയുക കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആദർശിന്. ആദർശ് പറയുവാണ്, ഈ കുടുംബം തകരാതിരിക്കാൻ, ഈ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനും നയനയും ഒക്കെ പലതും സഹിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇനിയും ഞങ്ങളുടെ തലയിലേക്ക് കയറാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല, എല്ലാം ഞങ്ങൾ തുറന്നു പറയും. അതുപോലെ ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഉത്തരം പറയേണ്ടി വരുന്നത്, ഇനി അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ തർക്കിക്കേണ്ടി വരുന്നത് കോടതിയിൽ വെച്ചായിരിക്കും, അത് മറക്കണ്ട എന്നിങ്ങനെ പറയുക. എന്നിട്ട് ആദർശ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി കഴിയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എനിക്കെൻ്റെ മോനെ നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ ഈ നെക്ലേസ് എങ്ങനെയാണ് പലിശക്കാരൻ്റെ കയ്യിൽ ചെന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ കൂടുതൽ ആരും ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്ന് പറയും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ദേവേനെ അങ്ങ് പോവാണ്. അന്നേരം ജാനകി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് എൻ്റെ മരുമകളെയും വിശ്വാസമാണ്, ആര് പറഞ്ഞാലും ഞാൻ വേറെ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും പറയും കേട്ടോ. അന്നേരം ദേവേനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഇതാ നന്ദു എന്ന് പറയുന്നവളുടെ കളിയാണ്, അവൾ നിയമം വിട്ട് ഓരോന്ന് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കള്ളികളും കള്ളന്മാരും ഒക്കെ ആക്കുവാണ് എന്നൊക്കെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, നവ്യോട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നവ്യ പറയുവാണ്, അനാമിക നീ അത് പറയരുത്, നന്ദു ഒരിക്കലും നിയമം വിട്ടൊരു കാര്യവും ചെയ്യില്ലെന്ന്. അന്നേരം ജാനകി ചോദിക്കും, അപ്പോൾ പിന്നെ എൻ്റെ മരുമോളാണോ കള്ളം പറയുന്നത്, അവളാണോ സ്വർണം കട്ടെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് നവ്യയ്ക്ക് അറിയാവുന്ന കാര്യമല്ലോ. എന്നിട്ട് നവ്യ പറയുവാണ്, അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല എന്ന്. ഏതായാലും ഇപ്പം നയനയോട് ദേഷ്യമുള്ളത് കൊണ്ട് അവരെ പിണക്കാതെ നിൽക്കുവാണ് നവ്യ. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ദേവയാനിക്ക് ആകെ വിഷമമാണ്. ആ സ്വർണം കാണാതായ സമയത്ത് അനാമിക പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുവാണ് ദേവയാനിയുടെ. പിന്നെ കാണിക്കുന്നത് നവ്യ വീടിൻ്റെ ഫ്രണ്ട് വശത്തിരുന്ന് മോന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നയന അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഇപ്പോൾ അനാമികയുടെ കൂടെ അവരുടെ സൈഡ് പിടിച്ച് നിൽക്കുന്നത്, ചേച്ചി ഓർക്കുന്നുണ്ടോ ചേച്ചിയുടെ വയറ്റിൽ ഇവൻ കിടന്ന സമയത്ത് ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി പോലും അവരെന്തൊക്കെ ചെയ്തു എന്ന്. അന്ന് അവർ വിഷം കലർത്തി വെച്ച പാല് കുടിച്ചിട്ടാണ് അമ്മ ആശുപത്രിയിലായത്, എന്നിട്ട് അമ്മയുടെ അവസ്ഥ ചേച്ചി കണ്ടതല്ലേ, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, സ്വർണം അവർ ഇവിടുന്ന് മാറ്റിയിട്ട് അത് നമ്മുടെ അമ്മയുടെ തലയിൽ കൊണ്ടിട്ടില്ലേ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരുടെ കൂടെയാണ് ചേച്ചി ഇപ്പം നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ അവരുടെ കൂടെ അങ്ങനെ നിന്നതൊന്നുമല്ല, പിന്നെ അവരെക്കാൾ വലിയ തെറ്റ് ചെയ്ത് നിൻ്റെ ഭർത്താവിന് യാതൊരു ശിക്ഷയും കൊടുത്തിട്ടില്ല, എല്ലാവരും അയാളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക, അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരവും നയന പറയുന്നുണ്ട്, ഇതിനൊക്കെ നല്ല മറുപടി തരണമെന്ന് എനിക്കുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കും, അതെന്താ നിനക്ക് പറയാൻ പറ്റാതെ, നിൻ്റെ ഭർത്താവ് ചെയ്തേക്കുന്ന തെറ്റ് അത്രത്തോളം ഉണ്ട്, അത്ര തന്നെ, അല്ലെങ്കിൽ നിനക്കത് തുറന്നു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അന്നേരം ദേഷ്യം വരുന്നുണ്ട് നയനയ്ക്ക്. എങ്കിലും ആ കുഞ്ഞിനെ ഇങ്ങാട്ടെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ മോനെ എടുക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഓ നിൻ്റെ മോളിപ്പം സ്കൂളിൽ പോയല്ലോ, അപ്പോൾ പിന്നെ സമയമുണ്ടല്ലോ എൻ്റെ കൊച്ചിനെ എടുക്കാൻ, അതുകൊണ്ടായിരിക്കുമല്ലേ എടുത്തതെന്ന് ചോദിക്കുമ്പം അതുകൊണ്ടൊന്നുമല്ല, ചന്തുമോൾ ഇവിടെയുള്ളപ്പോൾ ഞാൻ മോനെ എടുത്തിട്ടുണ്ടെങ്കിൽ മോളും എൻ്റെ അടുത്തോട്ട് വരും, അത് ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല, അവൾ എൻ്റെ കൊച്ചിൻ്റെ അടുത്തെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഇനി വഴക്ക് പറയുമായിരിക്കുകയില്ല, ഞാൻ ചിലപ്പോൾ തല്ലുമെന്ന് പറയുമ്പോൾ അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ചേച്ചിക്ക് തന്നെ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നയന കൊച്ചിനെ കൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിക്ക് ആകെ വിഷമാട്ടോ, അനാമികയെ വിശ്വസിച്ചിട്ട് ചതിച്ചല്ലോ എന്നോർത്ത്. അങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയം വരുന്നത്. അന്നേരം ജയം ചോദിക്കുക, എന്താ മുഖത്തൊരു വല്ലായ്മ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അന്നേരം ജയം പറയുന്നുണ്ട്, ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, എന്നോട് ആദർശ് പറഞ്ഞായിരുന്നു, ഏതായാലും നമ്മുടെ മരുമകളെ തള്ളിക്കളഞ്ഞിട്ട് അവളെയും പൊക്കിക്കൊണ്ട് നടന്നല്ലേ അനാമികയെ, അതിനുള്ള ഫലം തനിക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി ഇങ്ങനെ ചോദിക്കുവാണ്, ഇവിടുന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി വിറ്റ് കടം വീട്ടാൻ തക്ക
കടം ഉണ്ടോ വേണുവിന്, അതോ അത് അവർക്ക് അതിനുള്ള ആസ്തി ഒന്നുമില്ലാത്തവരാണോ അവർ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി സംശയങ്ങൾ ചോദിക്കുവാണ് ജയനോട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അന്നേ അവരുടെ വിവാഹം കഴിഞ്ഞ ആ സമയത്ത് അയാൾക്ക് ഇത്തിരി സംസാരം കൂടുതലായിരുന്നു, അന്നേ അയാൾ ശരിയല്ലാന്ന് എനിക്ക് തോന്നിയായിരുന്നു എന്ന് ജയൻ പറയുവാണേ. അന്നേരം ദേവയാനി, അല്ല ഇന്നാൾ ഞങ്ങളെ കൊണ്ട് ഒരു പ്രോപ്പർട്ടി കാണിച്ചായിരുന്നു ടൗണിൻ്റെ നടുക്ക്, അവിടെ കോടികൾ വില വരുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത് എന്നൊക്കെ പറയുക. അന്നേരം ജയൻ പറയുന്നുണ്ട്, അതൊക്കെ അയാളുടെ ആണോ അതോ അയാൾ അഭിനയിച്ചതാണോ എന്ന് നിനക്കറിയാവോ എന്ന്. അന്നേരമാണ് ദേവയാനി അന്നേരത്തെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് അനാമയ്ക്ക് നല്ല പണിയാണ് കിട്ടാൻ പോകുന്നത്.